നമസ്കാരം, കാസ്കരി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പുതിയ റെനോ ഡസ്റ്ററിൻ്റെ മിഡ് വേരിയൻ്റ് ആയിട്ടുള്ള ടെക്നോയാണ്. നമുക്കറിയാം 5 വേരിയൻസിലാണ് ഡസ്റ്റർ അവൈലബിൾ ആകുന്നത്. ഒതൻറ്റിക്, എവല്യൂഷൻ, ടെക്നോ പ്ലസ്, ഐക്കോണിക്. അതിൽ ഏറ്റവും വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ടെക്നോ എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടാൻ ചാൻസ് ഉള്ളതും ഈ പറഞ്ഞ ടെക്നോ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഇനി ടെക്നോ പ്ലസ് നോക്കുന്നവർക്കും ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് കാണാവുന്ന കാരണം കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ഹൈലൈറ്റഡ് പോയിന്റ്സ് എന്താണെന്ന് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് 2 എഞ്ചിൻ ഓപ്ഷൻസ്, 3 ട്രാൻസ്മിഷൻസും വരുന്നുണ്ട്. അതായത് നമ്മൾ 1 ലിറ്റർ നോക്കുന്നുണ്ടെങ്കിൽ 6 സ്പീഡ് മാനുവൽ മാത്രമേ അവൈലബിൾ ആകുന്നുള്ളൂ. ഇനി 1.3 നോക്കുകയാണെങ്കിൽ അത് 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് DCT നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു എക്സ്ഷോറൂം പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 13,49,000 1 ലിറ്റർ 6 സ്പീഡ് മാനുവലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഈ 1.3ലേക്ക് വരുമ്പോൾ 14,49,000, DCT വരുമ്പോൾ 15,89,000 എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഇതിൻ്റെ എല്ലാം ഓൺ റോഡ് പ്രൈസ് ഞാൻ താഴെ സ്ക്രോൾ ചെയ്ത് കൊടുത്തേക്കാം, ജസ്റ്റ് ചെക്ക് ചെയ്തോളൂ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റിവ്യൂലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഒരു വാഹനം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഇതൊരു ഐക്കോണിക് ആയിട്ടുള്ള ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണോ അല്ലെങ്കിൽ ടെക്നോ മിഡ് വേരിയൻ്റ് ആണോ എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകത്തില്ല. അത്രമാത്രം ഡീറ്റെയിലിംഗ് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് നോക്കി കഴിഞ്ഞാൽ ശരിക്കും അത് കണ്ടെത്താൻ സാധിക്കില്ല. ആ ഒരു ഫ്രണ്ടിൽ നമുക്ക് ഫീച്ചേഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഹെഡ് ലാംപ്സ് വരുമ്പോൾ LED ആണ്, ട്രൈ ആയിട്ടുള്ള LED ഹെഡ് ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു ടെക്നോ വേരിയൻ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ താഴേക്കുള്ള വേരിയൻസിൽ ഒരു എക്കോ LED എന്ന് പറഞ്ഞ രീതിയിലാണ് വരുന്നത്. അതിൻ്റെ DRലും വരുന്നുണ്ട്, അതിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ സെയിം ആ ഒരു ക്രോം എലമെൻറ്റ്സ് നൽകിയിട്ടുണ്ട്. റെനോന്ന് ഇതിൻ്റെ അകത്തും ബാഡ്ജിങ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ LED പ്യൂർ വിഷൻ നൽകിയിട്ടുണ്ട്. താഴത്തായിട്ട് നമുക്ക് എയർ സ്കൂപ്സ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എയർ വെൻസ് നൽകിയിട്ടുണ്ട്. അതെല്ലാം ഫംഗ്ഷൻ ടൈപ്പാണ്. അതിന് പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഫുൾ ഓപ്ഷനിൽ കണ്ട ആ രീതിയിൽ തന്നെയുള്ള ബമ്പേഴ്സാണ് നൽകിയിരിക്കുന്നത്. താഴത്തായിട്ട് നമുക്ക് LED ഫോഗ് ലാംപ്സും വരുന്നുണ്ട്. അതിൻ്റെ ബുൾ ബാർ ഡിസൈനും അല്ലെങ്കിൽ ഒരു എക്സ്കിറ്റ് പ്ലേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ ഓപ്ഷനിൽ കണ്ട ആ സെയിം ഡിസൈൻ എലമെൻറ്റ്സ് തന്നെ നൽകിയിരിക്കുന്നത്. ആ ഒരു ഗൺമെറ്റൽ ഗ്രേ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലായിട്ട് നമുക്ക് സെൻസേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. നെക്സ്റ്റ് വേരിയൻ്റ് ടെക്നോ പ്ലസിലാണ് സെൻസേഴ്സ് വരുന്നത്. ഈ കാണുന്ന ഒരു ഡമ്മി ടൈപ്പാണ്, നമുക്ക് അഡീഷണൽ ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിരിക്കുന്നതാണ്. അതിൻ്റെ ബമ്പറിൻ്റെ മിഡിലായിട്ടാണെങ്കിലും പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഗ്രില്ലാണെങ്കിലും അപ്പർ ഗ്രില്ലാണ് നോക്കുകയാണെങ്കിൽ പോലും ആ സെയിം ഫുൾ ഓപ്ഷനിൽ കണ്ട പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. അതിൽ സ്റ്റീൽ ഫിനിഷിൽ നമുക്ക് ഡസ്റ്റർ എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. 360 ക്യാമറ വാഹനത്തിൽ വരുന്നില്ല, റിവേഴ്സ് ക്യാമറ മാത്രമേ വരുന്നുള്ളൂ. ബട്ട് നമുക്ക് അഡീഷണൽ ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒരു പ്രൊവൈഡേഷൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അത്യാവശ്യം നല്ല എയർ പാസിംഗ് കിട്ടുന്ന രീതി തന്നെയാണ് എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. താഴത്താണെങ്കിലും വലിയൊരു എയർ ഡാം സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണെങ്കിലും എയർ വെൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രില്ലിൻ്റെ അടിയിലാണെങ്കിലും എയർ വെൻസ് നൽകിയിട്ടുണ്ട്. ഇനി ഹുഡ് നോക്കുകയാണെങ്കിലും ആ ഒരു ഷേപ്പ് ഡിസൈനും ബോഡി ലൈൻസ് അല്ലെങ്കിൽ പവർ ബൾസ് എല്ലാം സെയിം അതുപോലെ തന്നെ നൽകിയിട്ടുണ്ട്. ഇനി ഈ ഒരു വാഹനം ഈ ഒരു ടെക്നോ എന്ന വേരിയൻറ്റിൽ നമുക്ക് 6 കളേഴ്സും അവൈലബിൾ ആണ്. ഈ കാണുന്ന ജെയ്ഡ് ഗ്രീൻ വരുന്നുണ്ട്, വൈറ്റ്, സിൽവർ, ബ്ലാക്ക്, ബ്ലൂ, റെഡും നമുക്ക് അവൈലബിൾ ആയിരിക്കും. എൻജിൻ റൂം ചെക്ക് ചെയ്യാം. ഹൈഡ്രോളിക് സ്റ്റട്ടാണ് വരുന്നത്. ടെക്നോ വേരിയൻസിൽ അത് തന്നെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ബേസ് വേരിയൻ്റ് തൊട്ട് ഹൈഡ്രോളിക് സ്റ്റട്ട് വരുന്നുണ്ട്. NVH എല്ലാം പ്രോപ്പർ ആക്കുന്നതിന് വേണ്ടി പക്ക ഇൻസ്റ്റലേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വെയിറ്റ് ഉള്ള വുഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് എഞ്ചിൻ വരുമ്പോൾ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന എഞ്ചിൻ 1.3 ആണ്. ടർബോ പെട്രോൾ DCT ആണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. 6 സ്പീഡ് വിത്ത് വെറ്റ് ക്ലച്ച് ആണ് വരുന്നത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് 6 സ്പീഡ് മാനുവലും ലഭിക്കുന്നതായിരിക്കും. ആൻഡ് 1 ലിറ്ററും നിങ്ങൾക്ക് ഈ ഒരു വേരിയൻറ്റിൽ ലഭിക്കും, അതും 6 സ്പീഡ് മാനുവലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ 163 PS 250 ടോർക്കാണ് ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് വരുന്നത്. എൻ്റെ മൈലേജ് നോക്കുന്നുണ്ടെങ്കിൽ ഏകദേശം സിറ്റിയിലൊക്കെ അറൗണ്ട് ഒരു 12 ആ റേഞ്ചൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ഇനി അതല്ല ഹൈവേയിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 17, 16 ആ റേഞ്ചിലേക്ക് കിട്ടുന്നതായിരിക്കും. ഒരു 70-80 കീപ്പ് ചെയ്ത് ഓടിക്കുകയെന്നുണ്ടെങ്കിൽ. എൻ്റെ കമ്പനി പറയുന്ന മൈലേജ് ഏകദേശം 18 കിലോമീറ്ററാണ് എയർ ടെസ്റ്റഡ് മൈലേജ് പറയുന്നത്. ഓക്കെ, ഇനി സൈഡ് പ്രൊഫൈൽ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ബമ്പറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ക്ലാഡിങ് കാര്യങ്ങളെല്ലാം റിയർ ബമ്പറിലേക്കും കണക്ട് ചെയ്യുന്ന രീതിയിലാണ്. അതായത് വീൽ ആർച്ച് ക്ലാഡിങ്, അതുപോലെ തന്നെ സൈഡ് ക്ലാഡിങ്, അത് ഡോർ ക്ലാഡിങ്ങിലും വരുന്നുണ്ട്. അതുപോലെ ബാക്കിലേക്കും കണക്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ആ ഒരു ടഫ്നെസ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ SUV ക്യാരക്ടർ കാണിക്കാൻ വേണ്ടി അത്തരം രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അതും നമുക്ക് ഈ ടെക്നോ വേരിയൻറ്റിൽ വരുന്നുണ്ട്. അതും മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇനി ഈ മോഡലിൽ വീൽസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 17 ഇഞ്ചിൻ്റെ നമുക്ക് അലോ വീൽസാണ് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നത്. എവല്യൂഷൻ തൊട്ട് നമുക്ക് ഈ ഒരു വീലായിരിക്കും അലോ വീലായിരിക്കും കിട്ടുന്നത്. അതും ഗൺമെറ്റൽ ഗ്രേ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ടയർസ് നോക്കുകയാണെങ്കിൽ 225, 60, 17 ആണ് വരുന്നത്. നെക്സ്റ്റ് വേരിയൻ്റ് തൊട്ടായിരിക്കും നമുക്ക് 18 ഇഞ്ച് ലഭിക്കുകയുള്ളൂ. അതിൻ്റെ സസ്പെൻഷൻ നോക്കുന്നുണ്ടെങ്കിൽ മക്ബസ് സ്റ്റാർട്ട് വിത്ത് കോയിൽ സ്പ്രിങ്സും, ബാക്കിലേക്ക് വരുമ്പോൾ ടോർഷൻ വീൽ വിത്ത് കോയിൽ സ്പ്രിങ്സാണ് കൊടുത്തിരിക്കുന്നത്. 4 വീൽസിലും നമുക്ക് ഡിസ്ക് ബ്രേക്സ് ആണ് ലഭിക്കുന്നത്. അതിൻ്റെ ഡസ്റ്റർ എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. സ്റ്റീൽ ഫിനിഷുള്ള പുതിയ റെനോയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഐക്കോണിക്കിൽ നമുക്ക് ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിൽ മാത്രമേ ട്രിമിൻ്റെ ബാഡ്ജിങ് നൽകിയിട്ടുണ്ടാവുകയുള്ളൂ. അതിൻ്റെ ഓർമിൻസ് നോക്കുകയാണെങ്കിൽ ബോഡി കളറുടെ നൽകിയിരിക്കുന്ന അതിൽ തന്നെ LED ബ്ലിങ്കേഴ്സ് നൽകിയിട്ടുണ്ട്. ഇവിടെ താഴത്തായിട്ട് ഫഡ് ലാംപ്സ് നൽകിയിട്ടുണ്ട് കേട്ടോ, ഈ കാണുന്നത്. ആൻഡ് ഹാൻഡിൽ ലിവേഴ്സ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി കളേഴ്സ് തന്നെ നൽകിയിരിക്കുന്നത്. ഇവിടെ ആയിട്ട് പ്ലാസ്റ്റിക് എലമെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ബി പില്ലറിൻ്റെ ഭാഗത്തായിട്ട്. വിൻഷീൽഡ് നോക്കിയാൽ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള വിൻഷീൽഡാണ്, സ്ലൈറ്റ് ടിൻഡഡ് ആയിട്ടുള്ള വിൻഷീൽഡാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഹുഡ് നോക്കിയാൽ അത്യാവശ്യം റേസ്ഡ് ആയതുകൊണ്ട് തന്നെ വലിയൊരു വിൻഷീൽഡ് ആയതുകൊണ്ട് നല്ല രീതിയിൽ വിസിബിലിറ്റി കിട്ടുന്നുണ്ട്.
ഈ കാണുന്ന നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ സെൻസറാണ്. ഓട്ടോ ഹെഡ് ലാമ്പ് നമുക്ക് ഈ ഒരു മോഡൽ വരുന്നത്. ആൻഡ് എയർ വൈപ്പേഴ്സ് ആണ് ഇതിലും നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ റൂഫ് ആണെന്നെങ്കിലും ബോഡി കളർ അധികം സിംഗിൾ ടോൺ വേരിയൻ്റ് ആണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഡുവൽ ടോൺ വേരിയൻറ്റ് ലഭിക്കുന്നതായിരിക്കും. അഡീഷണൽ 20,000 കൊടുത്താൽ നിങ്ങൾക്ക് ഡുവൽ ടോൺ ആക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും. എക്സ്ഷോറൂം പ്രൈസിലാണ് 20,000 പറഞ്ഞു. ഓൺ റോഡ് വരുമ്പോൾ അതിന് മേളിൽ വരും. അതിൻ്റെ റൂഫ് റെയിൽസ് നോക്കുന്നുണ്ടെങ്കിലും ഫംഗ്ഷൻ ടൈപ്പ് ആയിട്ടുള്ള 50 കിലോ സപ്പോർട്ടീവുള്ള റൂഫ് റെയിൽസാണ് നൽകിയിരിക്കുന്നത്. അതിനൊരു ബ്ലാക്ക് ഫിനിഷ്, മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഈ വേരിയൻറ്റിലോട്ടാണ് നമുക്ക് പാനോറമിക് സൺ റൂഫ് വരുന്നത്. അത് ഡബിൾ പെയിൻ സ്ലൈഡ് ചെയ്യുന്ന ടൈപ്പ് നൽകിയിരിക്കുന്നത്. ബാക്കിലായിട്ട് നമുക്ക് ഷാർക്ക് ഫിൻ ആരെയും കാണാം. അതിനൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിരിക്കുന്നു. ക്വാർട്ടർ ഗ്ലാസും സെയിം നമ്മൾ ഫുൾ ഓപ്ഷൻ കണ്ട പോലെ തന്നെയാണ്. അത്യാവശ്യം വലിപ്പം കൂടിയ ക്വാർട്ടർ ഗ്ലാസ് ഏരിയയാണ് നൽകിയിരിക്കുന്നത്. സി പില്ലറിലായിട്ടാണ് ബാക്കിലെ ഡോറിൻ്റെ ഹാൻഡിൽ നൽകിയിരിക്കുന്നത്. അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് നൽകിയിരിക്കുന്നു. ആൻഡ് ടാങ്കിൻ്റെ ക്യാപ്പ് വരുന്നു ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. അത് പ്രസ് ചെയ്താൽ ഓപ്പൺ ആവും. വണ്ടി അൺലോക്ക് ആണെന്നുണ്ടെങ്കിൽ മാത്രം. ഇതിൻ്റെ അടിയിൽ നമുക്ക് ഈ ഒരു സൈക്കിൾ അഡിങ്സിലൊക്കെ ഒരു അഡീഷണൽ ഫിറ്റിങ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന രീതിയിൽ. ആൻഡ് ഇവിടെ ആയിട്ടൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജാക്ക് എവിടെ പ്ലേസ് ചെയ്യേണ്ടതെന്ന് കാണിക്കുന്ന ഒരു മാർക്കിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഇനി റിയർ പ്രൊഫൈൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈലാം യൂണിറ്റ് എല്ലാം നമുക്ക് കണക്റ്റഡ് ടൈപ്പ് LED ആണ് വരുന്നത്. സെയിം നമ്മൾ ഫുൾ ഓപ്ഷനിൽ കണ്ട ആ ഒരു ക്രോം എലമെൻറ്റ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. ഇതിൽ റൈനോ എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. പിയാനോ ബ്ലാക്ക് ഇൻസേർട്സ് എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ റിയർ ഫോഗ് ലാംപ്സ് നൽകിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതിൻ്റെ അകത്ത് ആണെങ്കിലും ആ ഒരു ക്രോം എലമെൻറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. റൈനോയുടെ പുതിയ ലോഗോ കാണാം. അതും ബ്രഷ്ഡ് സ്റ്റീൽ ഫിനിഷിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടും ആ ഒരു ബ്ലാക്ക് എലമെൻറ്റ് വരുന്നുണ്ട്. ഫുൾ ഓപ്ഷനിൽ കാണുന്ന പോലെ തന്നെ നമ്പർ പ്ലേറ്റ് പ്ലേസ് ചെയ്യുന്ന ഈ ഭാഗത്താണ്. റിവേഴ്സ് ക്യാമറ നൽകിയിരിക്കുന്നു. അതിൽ തന്നെ അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ സൂം ഫംഗ്ഷൻ നമുക്ക് റിവേഴ്സ് ക്യാമറയിൽ വരുന്നുണ്ട്. ഞാൻ ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിൻ്റെ ചെക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അതുപോലെ ലൈസൻസ് പ്ലേറ്റിൻ്റെ ലൈറ്റിംഗ് എല്ലാം കൊടുത്തിരിക്കുന്നു. ഡസ്റ്ററിൻ്റെ പുതിയ ബാഡ്ജിങ് അതും ബ്രഷ്ഡ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഹാച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡുവൽ ടോൺ ഫിനിഷ് കാണാം. ബ്ലാക്ക് വിത്ത് ബോഡി കളറാണ് നൽകിയിരിക്കുന്നത്. ഈ ബമ്പർ നോക്കണമെങ്കിലും ബോഡി കളർഡ് വിത്ത് ബ്ലാക്കാണ് വരുന്നത്. ഈ ഒരു ഭാഗം മാത്രമാണ് ബോഡി കളർഡ് വരുന്നത്. ബാക്കി ഇത്രയും ഭാഗം ഒരു ബ്ലാക്ക് ഫിനിഷാണ്. അതും ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ്. ഒരു പ്രൊജക്റ്റ് ചെയ്ത രീതിയിലാണ് അതിൻ്റെ ബമ്പർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 4 സെൻസേഴ്സാണ് റിവേഴ്സിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ടോ ഹുക്ക് പ്ലേസ് ചെയ്യേണ്ടത്. താഴത്തായിട്ട് റിഫ്ലക്റ്റേഴ്സ് നൽകിയിരുന്നു. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. വാഹനം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിൻ്റെ ഗ്ലാസ് ഏരിയ നോക്കുന്നുണ്ടെങ്കിൽ റിയർ ഡിഫോഗർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. റിയർ വൈപ്പർ വരുന്നുണ്ട്. അതിൻ്റെ വാഷറായിട്ട് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഹൈമോൺ സ്റ്റോപ്പിംഗ് ലാമ്പ് നൽകിയിരിക്കുന്നു. അതിൻ്റെ ഡിഫോൾട്ടായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ഒരു സ്പോയിലറും വരുന്നുണ്ട്. അതിൻ്റെ ഒരു എലമെൻറ്റ് താഴത്തേക്ക് നമുക്ക് ഗ്ലാസ് ഏരിയയിലേക്ക് കയറുന്ന രീതിയിൽ നൽകിയിട്ടുണ്ട്. അതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നൽകിയിരിക്കുന്നത്. ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ആണ്. അത് നമുക്ക് ഈ ഒരു വേരിയൻറ്റോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലോസ് ചെയ്യുന്ന സ്വിച്ചാണ് ഈ കാണുന്നത്. ആൻഡ് ബൂട്ട് ഏരിയ നമുക്ക് നോക്കുമ്പോൾ അറിയാം, അത്യാവശ്യം ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ബൂട്ട് ഏരിയ നൽകുന്ന ഒരു വാഹനമാണ് ഡസ്റ്റർ എന്ന് പറയുന്നത്. 518 ലിറ്ററാണ് ബൂട്ട് സ്പേസ് നൽകുന്നത്. ഇവിടെ ആയിട്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഹുക്ക് നൽകിയിരുന്നു. അതുപോലെ തന്നെ ജാക്കെല്ലാം പ്ലേസ് ചെയ്തിരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. പാഴ്സൽ ട്രെയിൻ അത്യാവശ്യം വലിപ്പം കൂടിയ പാഴ്സൽ ട്രെയിൻ വരുന്നുണ്ട്. അതും ഒരു ഫോൾഡബിൾ ടൈപ്പാണ് വരുന്നത്. ആൻഡ് ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് അതിൻ്റെ സ്ട്രട്ടും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബീഫ് ആയിട്ട് നല്ല വണ്ണമുള്ള സ്ട്രട്ടാണ് ഇതിൻ്റെ ടെയിൽ ഗേറ്റ്സിന് കൊടുത്തിരിക്കുന്നത്. ഇത് അഡ്ജസ്റ്റബിൾ ടൈപ്പാണ്. നമ്മൾ ഓരോരുത്തർ ഹൈറ്റ് അനുസരിച്ച് നമുക്കിവിടെ ഹൈറ്റ് ഏത് വേണമെന്ന് വെച്ചാൽ താഴ്ത്തി പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രം മതി. അപ്പോൾ സൗണ്ട് കേൾക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ് വരുമ്പോൾ. ഈ ഒരു വാഹനത്തിൻ്റെ റിയർ പാസഞ്ചർ സെക്ഷൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഡോർസ് വരുമ്പോൾ നമുക്ക് ഡുവൽ ടോൺ ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഫുൾ ഓപ്ഷനിൽ കാണുമ്പോൾ ബ്ലാക്ക് വിത്ത് ഗ്രീൻ ആണെങ്കിൽ ഇതിലേക്ക് വരുമ്പോൾ ബ്ലാക്ക് വിത്ത് ബ്രൗൺ ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. അതും ഫാബ്രിക്കാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ എല്ലാം ഫാബ്രിക്കാണ്. ആംബ്രസ്റ്റിൻ്റെ ഭാഗത്തും ഫാബ്രിക്കാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് പവർ വിൻഡോ സ്വിച്ചസ് കൊടുത്തിരിക്കുന്നു. അതും ഓട്ടോ ആണ് വരുന്നത്. ഫുൾ ഓപ്ഷനിൽ ഇവിടെ സ്റ്റീൽ ഫിനിഷ് ആണെങ്കിൽ ഇത് മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്ക് ഡോർ ലിവർ നൽകിയിരിക്കുന്നത്. ചെറിയൊരു പോക്കറ്റും ബോട്ടിൽ ഹോൾഡർ നൽകിയിരിക്കുന്നു. സ്പീക്കർ എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ സ്പേസ് നോക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ ഇരിക്കും. ഒരു 5.25 അടി വരെയും കുഴപ്പമില്ലാത്ത രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. 6 അടി മേളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ലെഗ് സ്പേസ് കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്യാം. 3 പേർക്ക് വിശാലമായിട്ട് ഇരിക്കാൻ പറ്റിയ രീതിയിലുള്ള സീറ്റ്സാണ് നൽകിയിരിക്കുന്നത്. ബാക്കിൽ സീറ്റ്സിൻ്റെ നോക്കുന്നുണ്ടെങ്കിൽ 3 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് വരുന്നുണ്ട്. അതും 60-40 സ്പ്ലിറ്റാണ് നൽകിയിരിക്കുന്നത്. ആൻഡ് ISOFIX ആങ്കർ ഫെസിലിറ്റിയും ഈ ഒരു ബാക്കിൽ സീറ്റിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സീറ്റ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഫുള്ളി ഫാബ്രിക് ആയിട്ടുള്ള സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. അതും ബ്രൗൺ ഫിനിഷ് വിത്ത് ബ്ലാക്കാണ് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ഡയഗണൽ ആയിട്ടുള്ള കുറച്ച് ലൈൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ടെക്നോ വേരിയൻറ്റോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെക്നോ പ്ലസിലും സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ ബാക്കിലെ സീറ്റിന് നമ്മൾ പിന്നെ നോക്കുന്നുണ്ടെങ്കിൽ സെൻട്രൽ കൺസോളിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ടൈപ്പ് സി ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അതും ഇലിമിനേറ്റഡ് ടൈപ്പാണ് തോന്നുന്നു. ആൻഡ് AC വെൻസും കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കുഷനിങ് എഫക്റ്റും അതുപോലെ തന്നെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് റൂഫിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൺ റൂഫിൻ്റെ കാണാം. പാനോറമിക് സൺ റൂഫാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കിനാണ് നൽകിയിരിക്കുന്നത്. ഹുക്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഗ്രാബ് റെയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 2 ഗ്രാബ് റെയിൽസും ബാക്കിലത്തെ പാസഞ്ചേഴ്സിന് വരുന്നുണ്ട്. ആൻഡ് ലൈറ്റ്സും വരുന്നുണ്ട്. സൈഡിൽ നമുക്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കാം. ഡോറിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ സെയിം തന്നെ ബ്ലാക്ക് വിത്ത് ബ്രൗൺ ഫിനിഷ് വരുന്ന ഡുവൽ ടോൺ ആണ് വരുന്നത്. ആൻഡ് ഗ്രാബ് ഹാൻഡിൽസ് നോക്കുകയാണെങ്കിൽ അതിലൊരു അലുമിനിയം ഫിനിഷ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഡോർ പാഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഫാബ്രിക് ഇൻസേർട്സ് ആണ് നമ്മൾ ബാക്കിൽ കണ്ട പോലെ തന്നെ.
ആൻഡ് പവർ വിൻഡോ സ്വിച്ചസ് ആണെങ്കിലും ഓട്ടോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആണ് ഈ ഒരു ഓട്ടോ. 4 പവർ വിൻഡോസും ഓട്ടോ വരുന്ന നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫിറ്റ്മെന്റ് ആണ്. പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിരുന്നു. ആൻഡ് ഇവിടെ ആയിട്ട് നമ്മൾ ഫുൾ ഓപ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ കാർബൺ ഫൈബർ ഫിനിഷ് ആണെങ്കിൽ ഇവിടെ ആയിട്ട് വേറൊരു കളറിൽ ഒരു ലൈറ്റ് വൈറ്റ് ഫിനിഷ് വിത്ത് ഗ്രേ ഫിനിഷോടും വരുന്ന ടെക്സ്ചർ ആഡ് ചെയ്തിട്ടുള്ള എലമെന്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമ്മുടെ പാസഞ്ചർ എയർ ബാഗ് സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സീറ്റ്സ് വരുന്നത്. ബ്ലാക്ക് ആണ് നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത്, തന്നെ ചാരി ഇരിക്കുന്ന ഭാഗത്തെല്ലാം ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം ബ്രൗൺ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിനെല്ലാം ലൈറ്റ് ആയിട്ടുള്ള ഒരു ആഷ് കളർ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ആഷ് കളർ ഫിനിഷ് കാണാൻ പറ്റും ഡയഗണലായിട്ട്. അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ബക്കറ്റ് സീറ്റ്സ് ആണ് ഫ്രണ്ട് രണ്ട് നൽകിയിരിക്കുന്നത്. ഹെഡ്രസ്റ്റ് ആണെങ്കിൽ അഡ്ജസ്റ്റബിൾ ടൈപ്പ് ആണ് വരുന്നത്. അതിൻ്റെ ഡിസൈനൊക്കെ നോക്കുന്നത് വളരെ ഒരു കർവ് ഷേപ്പിലാണ്, ഒരു വളഞ്ഞ ഷേപ്പിലാണ് വരുന്നത്. നമ്മൾ സെൽറ്റോസിൽ കണ്ടിട്ടുണ്ടാവും അത്തരത്തിൽ രീതിയിലുള്ള നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹെഡ്രസ്റ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതും അഡ്ജസ്റ്റബിൾ ടൈപ്പ് ആണ് വരുന്നത്. പിന്നെ ഡാഷ്ബോർഡിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓപ്ഷനെ കണ്ടപ്പോൾ തന്നെ സെയിം ഡാഷ്ബോർഡ് ഡിസൈൻ കാര്യങ്ങൾ വരുന്നത്. പക്ഷേ ഇവരുടെ ടെക്സ്റ്റൈൽസിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ടെക്സ്റ്റൈൽസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫുൾ ഓപ്ഷനിൽ കാർബൺ ഫൈബർ ഡിപ്പായിരുന്നെങ്കിൽ ഇതിലേക്ക് നോക്കുമ്പോൾ വേറൊരു ഞാൻ നേരത്തെ ഡോർ പാഡിൽ കണ്ട ആ സെയിം ടെക്സ്റ്റർ ഡിസൈൻ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അലൂമിനിയം ഫിനിഷ് കാര്യങ്ങളെല്ലാം ഐക്കോണിയിൽ കാണുന്ന രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. എയർ വെൻസ് എല്ലാം അത്യാവശ്യം വലിയ എയർ വെൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല എയർ ബ്ലോ വരുന്നുണ്ട്. വെൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ടിപ്പിലാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്റ്റീൽ ഫിനിഷ് നൽകിയിട്ടുണ്ട്. 4 വെൻസിനും അത്ര രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റൈൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഫുൾ ഓപ്ഷനിൽ കണ്ട പോലെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. സിസ്റ്റം വരുമ്പോൾ 10.1 ഇഞ്ചിൻ്റെ ഇൻഫോർട്ടൈൻ സിസ്റ്റം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡ്രൈവർ സൈഡിൽ ഇരിക്കുമ്പോൾ പറഞ്ഞുതരാം. ഗ്ലോ ബോക്സ് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. അതും സോഫ്റ്റ് ഓപ്പണിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ തന്നെ ഫ്യൂസ് ബോക്സും കൊടുത്തത്. നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ഞാൻ ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിൽ പറഞ്ഞ പോലെ തന്നെയാണ്. സീറ്റിന് യാതൊരു വ്യത്യാസമില്ല. ഇനി സെൻട്രൽ കൺസോൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം റേസ്ഡ് ആയിട്ടുള്ള സെൻട്രൽ കൺസോളാണ്. അതിൽ തന്നെ നമുക്ക് അലൂമിനിയം ഫിനിഷ് നൽകിയിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. നമ്മുടെ DCTയുടെ ഇ ഷിഫ്റ്റർ, ഇത് ഇ ഷിഫ്റ്റാണ് വരുന്നത്, ഇലക്ട്രോണിക് ഷിഫ്റ്റാണ് വരുന്നത്. അതിന് ചുറ്റായിട്ടൊരു പിയാനോ ബ്ലാക്ക് എലമെൻ്റാണ് നൽകിയിരിക്കുന്നത്. ഇത് ഫിനിഷിംഗ് എല്ലാം അടിപൊളിയാണ്. ഇവിടെ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യാനാണ് ഗ്രിപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് പാർക്ക് മോഡ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഈ ബ്രേക്ക് വരുന്നത് ഡ്രൈവറിൻ്റെ സൈഡാണ്. ഞാൻ അവിടെ കയറുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. നമ്മുടെ കൈകളെ കണ്ടുള്ള അത്തരത്തിൽ കീ തന്നെയാണ്. ജസ്റ്റ് ഈ വാഹനം ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ കീ പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. സെൻസ് ചെയ്തിട്ട് തന്നെ 1-1.5 മീറ്ററിനുള്ളിൽ തന്നെ ലോക്ക് ആൻഡ് ഓട്ടോ അൺലോക്ക് ആയിക്കോളും. അതുപോലെ ഈ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഷട്ടേഴ്സ് എല്ലാം ഈ ടൈപ്പാണ് വരുന്നത്. കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അതും അഡ്ജസ്റ്റബിൾ ടൈപ്പാണ് നൽകിയിരിക്കുന്നത്. ആംറസ്റ്റ് നോക്കുന്നതിലും ആ ഒരു ഫാബ്രിക് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. സീറ്റിലും ഡോർ പാഡിലും കണ്ട സെയിം ഡിസൈൻ തന്നെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് അഡ്ജസ്റ്റബിൾ ടൈപ്പ് അല്ല, ഇത്ര ലെങ്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വയർലെസ് ചാർജിങ് ഫെസിലിറ്റി നൽകിയിട്ടുണ്ട്. 12 വോൾട്ടിന് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. നമുക്ക് 4 ടൈപ്പ് സി ചാർജിങ് പോർട്ട് വരുന്നത്. ഫ്രണ്ടിൽ 2 ബാക്കിൽ 2 വരുന്നുണ്ട്. അതുപോലെ ഹസാർഡിന് സ്വിച്ച് കൊടുത്തിരിക്കുന്നു. അതുപോലെ സെൻട്രൽ ലോക്കിൻ്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. AC-യുടെ കൺട്രോൾസ് എല്ലാം ഈ ഭാഗത്താണ്. അതിനെല്ലാം പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് അപ്പ് ആവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മാക്സ് AC വരുന്നുണ്ട്. ഓട്ടോ AC ഫംഗ്ഷനും ഇതിൽ തന്നെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഡുവൽ ക്ലൈമറ്റ് കൺട്രോൾ AC ഫീച്ചറും ഈ ഒരു വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. ലെഫ്റ്റ് സൈഡിൽ കൺട്രോൾ ചെയ്യാനുള്ള ഈ ഓപ്ഷൻ, അതുപോലെ റൈറ്റ് സൈഡിൽ ക്ലൈമറ്റ് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയാണ് വരുന്നത്. ക്ലീൻ എയർ എന്ന് നമുക്ക് ഫുൾ ഓപ്ഷനിൽ കണ്ടിരുന്നു. പക്ഷേ ഇതിൽ ക്ലീൻ എയർ എന്നുള്ള PM 2.5 ഫിൽറ്റർ ഇതിൽ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് അതിൽ കൊടുക്കാതിരുന്നത്. ആൻഡ് ഇവിടെയായിട്ടും ഈ സെൻറ്ററിലെ AC വെൻസ് ചുറ്റായിട്ടും പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ഇനി ഈ റൂഫിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കോ ഡ്രൈവറിൻ്റെ സൈഡിലായിട്ട് വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഓട്ടോ ലൈറ്റും വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിലാണെന്നുണ്ടെങ്കിലും ഓട്ടോ ലൈറ്റ് വരുന്ന വാനിറ്റി മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. സൺറൂഫിൻ്റെ എല്ലാം ഫംഗ്ഷൻസ് ചെയ്യാനുള്ള സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഷട്ടർ സ്ലൈഡ് ചെയ്യണം. അതുതന്നെ സൺറൂഫ് പെയിൻ സ്ലൈഡ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. പാസഞ്ചർ എയർ ബാഗിൻ്റെ ഇൻഡിക്കേഷൻ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ IRV നോക്കുകയാണെങ്കിൽ ബസ് ടൈപ്പാണ് വരുന്നത്. അതും ഓട്ടോ ഡിമ്മിംഗ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതിൻ്റെ എല്ലാ സെൻസേഴ്സ് എല്ലാം ഇവിടെയാണ് വരുന്നത്. ആൻഡ് ഇതിൽ ഡ്രൈവർ സീറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 6 വേ അഡ്ജസ്റ്റബിൾ ആണ്. മാനുവലിയാണ് വരുന്നത്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, അതുപോലെ ലീൻ ചെയ്യാൻ ഓപ്ഷൻ വരുന്നത്. സ്ലൈഡ് ചെയ്യാനുള്ള ഈ ഒരു ഭാഗത്താണ് വരുന്നത്. നമ്പർ സപ്പോർട്ട് നമ്മൾ ഫുൾ ഓപ്ഷനിൽ കാണുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഇതിൽ വരുന്നില്ല. ഡ്രൈവർ സൈഡ് ഡോർ പാഡ്സിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ORVൻ്റെ കൺട്രോൾസും വരുന്നുണ്ട്. പവർ വിൻഡോയുടെ കൺട്രോൾസും വരുന്നുണ്ട്. 4 പവർ വിൻഡോസും ഓട്ടോ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിൻഡോസ് ലോക്ക് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ORVയും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഇതിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ ഓപ്ഷൻസും വരുന്നുണ്ട്. അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഫാബ്രിക് ഇൻസേർട്സ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലിയ പോക്കറ്റും ബോട്ടിൽ ഹോൾഡർ നൽകിയിരിക്കുന്നു. സ്പീക്കേഴ്സ് എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നു. അലൂമിനിയം ഫിനിഷാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ആൻഡ് ഹുഡ് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ആൻഡ് നമുക്ക് ഡെഡ് പെഡൽ മാനുവൽ മോഡലും DCTയിലും നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ഈ ബ്രേക്കാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ഹോൾഡറിനും ബട്ടൺ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം ടോഗിൾ സ്വിച്ചസ് വരുന്നുണ്ട്. എക്കോ മോഡിൻ്റെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് ലെവൽ ചെയ്യാനുള്ള ടോഗിൾ സ്വിച്ചസ് കൊടുത്തിരിക്കുന്നു. ഐഡലി സ്റ്റോപ്പ് സ്റ്റാർട്ട് ഓഫ് ചെയ്യാനുള്ള അതിൻ്റെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. AC-യുടെ നമ്മുടെ ഡ്രൈവർ സൈഡ് AC-യുടെ അടിയിലായിട്ടും ആ ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിപ്പ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്. ആൻഡ് ഓട്ടോ ഹെഡ് ലാമ്പാണ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നത്, ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഫ്രണ്ട് ഫോഗ് ലാമ്പ്, അതുപോലെ തന്നെ റിയർ ഫോഗ് ലാമ്പിൻ്റെയും കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. ഡെഡിക്കേറ്റഡ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻഫോടൈൻമെന്റ് കൺട്രോൾസ് ചെയ്യാനുള്ള സോഴ്സ്, അതുപോലെ തന്നെ മോഡ് സെലക്ട് ചെയ്യാം. വോളിയം റോക്കേഴ്സ് ഇതിൻ്റെ
താഴത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്, മ്യൂട്ട് ചെയ്യാനുള്ള ഇതിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. പഴയ ഡസ്റ്ററുകൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള സ്റ്റോക്ക്, അത് സെയിം ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് ഇത് DCT ആണ്, അതുകൊണ്ട് തന്നെ പാഡ് ഷിഫ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്, പ്ലസ് മൈനസ്. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് എന്നീ 3 മോഡ്സ് മാത്രം നമ്മൾ ഈ ഷിഫ്റ്ററിൽ നമ്മൾ കൺട്രോൾ വരുന്നു. മാനുവലിലേക്ക് ആക്കാനായിട്ട് ഈ 2 പാഡ് ഷിഫ്റ്റും ഒരേ സമയം പ്രസ് ചെയ്ത് പിടിച്ച് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മാനുവൽ മോഡിലേക്ക് ആവുന്നതാണ്. ആൻഡ് നമ്മുടെ സ്റ്റിയറിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പും ഡൗണും ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെന്റ്സ് എല്ലാം ഇതിന്റെ സ്റ്റിയറിംഗിലും നൽകിയിട്ടുണ്ട്. ആൻഡ് റൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ക്ലസ്റ്ററിന്റെ കൺട്രോൾസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫോൺ അറ്റൻഡ് ചെയ്യാൻ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വോയിസ് കമാൻഡ് ചെയ്യുന്ന ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്, ക്രൂയിസ് കൺട്രോളിന്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ആൻഡ് സ്റ്റിയറിംഗ് വരുമ്പോൾ നമുക്ക് ടിൽറ്റും അതുപോലെ തന്നെ ടെലസ്കോപ്പിക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ക്ലസ്റ്റർ വരുമ്പോൾ 7 ഇഞ്ചിന്റെ TFT ക്ലസ്റ്റർ ആണ് നൽകിയിരിക്കുന്നത്. നമ്മൾ ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ 10.25 ആണ് വരുന്നത്. നമുക്ക് സൈൻസും കാര്യങ്ങളെല്ലാം വാർണിംഗ് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ഈ ഒരു 2 ഭാഗത്ത് മാത്രമായിട്ടാണ് നൽകുകയുള്ളൂ. ഇത്തരം രീതിയിലാണ് കൊടുക്കുന്നത്. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സെൻറ്ററിൽ കാണുന്ന 7 ഇഞ്ച് ക്ലസ്റ്ററിലായിരിക്കും വരുന്നത്. ഇനി ഇൻഫോർട്ടൈൻ സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പവർ സ്വിച്ചും കാര്യങ്ങളും അതുപോലെ വോളിയം അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇൻഫോർട്ടൈൻ സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 10.1 ഇഞ്ചാണ് സിസ്റ്റത്തിൻ്റെ ഒരു സൈസ് വരുന്നത്. ഇൻബിൽഡ് ആയിട്ട് ഗൂഗിളിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം വരുന്നത് നമുക്ക് ഫുൾ ഓപ്ഷനായിട്ടുള്ള ഐക്കോണിക്കിൽ മാത്രമായിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഐക്കോണിക് ലോഞ്ച് എഡിഷനിലെ നിങ്ങൾക്ക് അത് ലഭിക്കുകയുള്ളൂ. സിസ്റ്റത്തിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കും വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് ഈ സിസ്റ്റത്തിൽ തന്നെ വരുന്നുണ്ട്. ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെഹിക്കിൾ ഡ്രൈവിംഗ് അസിസ്റ്റൻസ് നമുക്കിതിൽ പാർക്കിംഗ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനുള്ളതാണ്. ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ഓഫ് ഓൺ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് ഇവിടുന്ന് സ്ലൈഡ് ചെയ്താലും ഓഫ് ഓൺ ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. റിവേഴ്സ് പാർക്കിങ്ങിൻ്റെ ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വോളിയം എത്ര അഡ്ജസ്റ്റ് ചെയ്യണം, 3 ടൈപ്പുള്ള സൗണ്ട് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഫ്രണ്ട് പാർക്കിംഗ് ഈ വാഹനത്തിന് വരുന്നില്ല, നെക്സ്റ്റ് വേരിയൻ്റായിട്ടാണ് വരുന്നത്. വെഹിക്കിൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ റിമോട്ടിൻ്റെ ആക്സസ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനുള്ളതാണ്. കോക്ക്പിറ്റിലേക്ക് വരുമ്പോൾ സ്ക്രീനിൻ്റെ കാര്യങ്ങൾ ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ആംബിയൻറ്റ് ലൈറ്റും കാര്യങ്ങളെല്ലാം, അതായത് സിസ്റ്റത്തിൻ്റെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ആംബിയൻറ്റ് ലൈറ്റിൻ്റെയാണ് കളേഴ്സ് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. ബ്രൈറ്റ്നസ് ആയി തന്നെ സെലക്ട് ചെയ്യാം. പിന്നെ വിഡ്ജറ്റ്സ് എല്ലാം നോക്കാനുള്ളത് TPMSൻ്റെ വരുന്നുണ്ട്. ആൻഡ് നമുക്ക് ഇത് തന്നെ അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള നല്ലൊരു എഫക്റ്റ് കിട്ടുന്ന സിസ്റ്റം തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് AC ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം നമുക്ക് സിസ്റ്റത്തിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്, ഇൻഫോർട്ടൈൻ സിസ്റ്റത്തിൻ്റെ താഴത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ റിവേഴ്സ് ക്യാമറയുടെ ഒരു ക്ലാരിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് ക്ലാരിറ്റി മാത്രമേ ഇതിന് വരുന്നുള്ളൂ. മാത്രമല്ല ഇതിലൊരു അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് കൂടി ഈ ഒരു ക്യാമറയിൽ നൽകിയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ പാർക്കിംഗ് സെൻസറിൻ്റെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറിൻ്റെ ഒരു ഗ്രാഫും കൂടെ ഇതിൽ കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം 4 സെൻസർ വരുന്നത്, അതിൽ ഏത് സെൻസറിലാണ് ഒബ്ജക്റ്റ് വരുന്നത് എന്ന രീതിയിൽ കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഓട്ടോ സൂം എന്ന ഫംഗ്ഷൻ കൂടി ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടെക്നോ എന്ന വേരിയൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിന് കിട്ടുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരുപാട് ബഡ്ജറ്റ് വേണ്ട എന്ന അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള വണ്ടി മതി എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ളൊരു മോഡലാണ്. വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വേരിയൻ്റാണ് ഡസ്റ്ററിൻ്റെ ടെക്നോ എന്ന് പറയാൻ നോക്കുന്നുണ്ടെങ്കിൽ. ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നോ പ്ലസ് നോക്കുന്നുണ്ടെങ്കിൽ 18 ഇഞ്ച് വീൽസ്, അതുപോലെ തന്നെ 10.25 ഇഞ്ചിൻ്റെ TFT ക്ലസ്റ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടിൽ പാർക്കിംഗ് അസിസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ കൂടുതൽ വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നില്ല ടെക്നോ പ്ലസ് എടുക്കണമെന്നുള്ളത്. ടെക്നോ എന്ന് പറഞ്ഞ ഈ വേരിയൻ്റ് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കവർ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്ത് പറയേണ്ടതാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഒരു സേഫ്റ്റി കാര്യം നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വരുന്നുണ്ട്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, റിവേഴ്സ് അസിസ്റ്റ് വരുന്നുണ്ട്, പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്, അതുപോലെ TPMS വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലെ സീറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് ആണ് വരുന്നത്, 3 ഹെഡ് റെസ്റ്റും അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു മോഡലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അഡാസ് പോലത്തെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ഓപ്ഷനിലേക്ക് പോകേണ്ടതാണ്. ആൻഡ് ഈ ഒരു വാഹനത്തിൻ്റെ വാറണ്ടി നോക്കുകയാണെങ്കിൽ അപ് ടു 7 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് വാറണ്ടി ഈ വാഹനത്തിന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ അല്ലെങ്കിൽ ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഈ വാഹനം നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിന് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം, അത് ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് വിളിച്ച് നോക്കിക്കോളൂ. ഒപ്പം തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇത്തരം രീതിയിലുള്ള സെഗ്മെന്റ് വാഹനം നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വാഹനത്തിന് വിശേഷമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.